Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് KV the 4th standard ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 1 ആൻഡ് യൂണിറ്റ് 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 1 യൂണിറ്റ് 1 ഒന്നിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് പഠിച്ച് തീർക്കാം. അപ്പോൾ യൂണിറ്റ് 1ൻ്റെ പേര് മൈ ലാൻഡ് ആൻഡ് ചാപ്റ്റർ 1 ഇസ് ടുഗദർ വി ക്യാൻ. അപ്പോൾ നമുക്കിതൊന്ന് പാടാം. അതായത് ഇതൊരു പോമാണ്. നമുക്കിതൊന്നും വായിക്കാതെ ഇതാണ് നമുക്ക് ഇതിൻ്റെ മീനിങ് ആകും. അങ്ങനെ പഠിക്കാം. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ടുഗദർ വി സ്റ്റാൻഡ് സ്ട്രോങ് ആൻഡ് ടോൾ, helping each other we never fall, cheering aloud we shout and sing, teamwork can overcome anything, win or lose we always share, our bond of trust is always there, with each hand joined the goal is near, team spirit fills the air with cheer. Together we shine, our heart as a one. For in our team, the joys has begin. ഇതാണ് നമ്മൾ ഇപ്പോൾ പാടിയതാണ്. ഇതൊരു പോമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ആരെ എഴുതിയെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിങ് ഒന്ന് പഠിക്കാം. എനിക്ക് ശരിക്കും ഇത്ര മീനിങ് ഇല്ല, കാരണം നമ്മളുടെ മിസ് നോർത്ത് ഇന്ത്യയിലുള്ള നമുക്ക് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടായിട്ട് എടുത്ത് എനിക്ക് മിസ് പറഞ്ഞപ്പോൾ എന്തൊക്കെ മനസ്സിലായി, അങ്ങനെ ഞാൻ തട്ടിക്കൂട്ടിയിട്ടതാണിത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, അത്ര ഉള്ളു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു നോക്കാം. എനിക്ക് ശരിക്കും അറിയത്തില്ല, ബട്ട് നമുക്ക് നോക്കാം. ടുഗദർ വി സ്റ്റാൻഡ്. ടുഗദർ വി സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഒരുമിച്ച് നമ്മൾ നിന്നാൽ. സ്ട്രോങ് ആൻഡ് ടോൾ, നമ്മൾ ശക്തിയോടെയും വലിയവരെയും നിൽക്കും. ഹെൽപ്പിംഗ് ഈച്ച് അതർ വി നെവർ ഫാൾ. ഹെൽപ്പിംഗ്, നമ്മൾ ഓരോരുത്തരും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വീഴത്തില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ 2 പാരഗ്രാഫിലും കൂടെ ആയിട്ട് പറയുന്നത്, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ശക്തിയും എല്ലാം കിട്ടും. നമ്മൾ ഓരോരുത്തരെ സഹായിച്ചാൽ നമ്മൾ ഒരിക്കലും വീഴത്തില്ല. ആ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും വീഴത്തില്ല എന്നാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫിലായിട്ട് പറയുന്നത് ചിയറിങ് എലൗഡ് വി ഷൗട്ട് ആൻഡ് സിങ്, ടീം വർക്ക് ക്യാൻ ഓവർകം എനിത്തിങ്. അതായത് ചിയറിങ് എല്ലോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒച്ചത്തോടെ ഇങ്ങനെ പറയുന്നത് വീമ്പോ അപ്പ അങ്ങനെയൊക്കെ പറയില്ല, അതിനാണ് നമ്മൾ ചിയറിങ് എന്ന് പറയുന്നത്. ചിയറിങ് എല്ലോട്ട് വി ഷൗട്ട് ആൻഡ് സിങ്, നമ്മൾ ഒച്ചത്തിൽ, ഷൗട്ട് എന്ന് വെച്ചാൽ ഒച്ചത്തിൽ പാടുക. നമ്മളിങ്ങനെ ഓരോരുത്തരെ അങ്ങനെ ചിയറപ്പില്ല, അതിനാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. ടീം വർക്ക് ക്യാൻ ഓവർകം എനിത്തിങ്. ടീം വർക്ക്, ഒരു ഹാർഡ് വർക്ക് വേണ്ട, സ്മാർട്ട് വർക്ക് വേണ്ട, ഒന്നും വേണ്ട. ടീം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഓവർകം എനിത്തിങ് എന്ന് വെച്ചാൽ നമുക്ക് എന്തിനേക്കാളും മുമ്പിൽ നിൽക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തിനും തോപ്പിക്കാനുള്ള ശക്തി കിട്ടുന്നതാണ് പറയുന്നത് ഈ 2 പാരഗ്രാഫിൽ. അങ്ങനെയാണ് പറയുന്നത്. ആൻഡ് അടുത്ത 2 പാരഗ്രാഫിലായിട്ട് പറയുന്നത് വിൻ ഓർ ലൂസ് വി ഓൾവേസ് ഷെയർ. അതായത് തോറ്റാലും ജയിച്ചാലും നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ പങ്കിട്ട് അത് എടുക്കും. അവർ ബോണ്ട് ഓഫ് ട്രസ്റ്റ് ഈസ് ഓൾവേസ് ദർ. നമ്മൾ അതായത് ഇതിൻ്റെ തന്നെ ഇതായിട്ട് ചോദിച്ചാലും ജയിച്ചാലും നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഒരിക്കലും അത് പോകത്തില്ല എന്നാണ് ആ ലൈനിൽ പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് വിത്ത് ഈച്ച് ഹാൻഡ് ജോയിൻറ്റ്. നമ്മളുടെ അതായത് വിത്ത് ഈച്ച് ഹാൻഡ് ജോയിൻ ദ ഗോൾ ഇസ് നിയർ. അതായത് നമ്മൾ ഒരുമിച്ച് കൈ പിടിച്ച്, അതായത് ഒരു പ്രൊജക്റ്റ് ഉണ്ടോ അതിൻ്റെ അകത്ത് നമ്മളുടെ എല്ലാവരുടെ കൈയും എല്ലാവരുടെ സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജയിക്കുന്ന ഉറപ്പാണ്. ഇയർ അവർ ഗോൾ, നമുക്ക് ഈസി ആയിട്ട് ആ ഗോളിലേക്ക് എത്താം. ടീം സ്പിരിറ്റ് ഫിൽസ് ദ എയർ വിത്ത് ചിയർ. ടീമിന് ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചിയറായിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ടുഗദർ വി ഷൈൻ അവർ ഹാർട്ട് ആസ് വൺ. നമ്മൾ ഒരുമിച്ച് ഷൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരുടെ ഹാർട്ടും ഒരു ഹാർട്ടായിട്ട് മാറും. ഫോർ ഇൻ അവർ ടീം ദ ജോയ്സ് ബിഗിൻ. അതായത് നമ്മളുടെ ടീമിന് ഒരു ജോയ്സ് കൊണ്ടുവരണമെങ്കിൽ നമ്മളത് ബിഗിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും നന്നായിട്ട് അറിയില്ല, ബട്ട് തട്ടിക്കുട്ടി ഇട്ടതാണ്. അപ്പോൾ നമുക്കിതൊന്നും ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിടാം. നല്ലോണം പഠിച്ചെടുക്കണം എന്നല്ല, ഒന്ന് പാടാൻ വേണ്ടി. ടുഗദർ വി സ്റ്റാൻഡ്, ടുഗദർ വി സ്റ്റാൻഡ് സ്ട്രോങ് ആൻഡ് ടോൾ, സ്ട്രോങ് ആൻഡ് ടോൾ, ഹെൽപ്പിംഗ് ഈച്ച് അതർ. Helping each other, we never fall, we never fall. Cheering aloud, we shout and sing. Cheering aloud, we shout and sing. Teamwork can overcome anything. Teamwork can overcome anything. Win or lose, we always share. Win or lose, we always share. Our bond of trust
is always there. Our bond of trust is always there. With each hand joined, the goal is near. With each hand joins, the goal is near. With teen spirit fills the air with cheer. The teen spirit fills the air with cheer. Together we shine, our heart has one. Together we shine, our heart has one. For in our team, the joys begin. For in our team, the joys begin. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു കുഞ്ഞു പോമൽ പഠിക്കുന്നത് നമ്മളിത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറേ മാതിരി തോന്നും. ബട്ട് ഇതൊരു കുഞ്ഞതാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്കത് കാണാപ്പാടായിട്ട് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഒക്കെ നമുക്ക് ചെയ്യാം. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും പെട്ടെന്ന് വരും. അപ്പം ഞാൻ അടുത്ത വരുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാപ്റ്റർ നല്ല കാണാപ്പാടായിട്ട് നല്ല ബൈഹാർട്ടായിട്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കി മാത്രം പഠിച്ചെടുക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ലവ് യു ആൻഡ് ബൈ.